ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പോൾ വന്ന മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ് ത്രിലോകവർണ്ണ എന്ന് പറഞ്ഞൊരു ഗാനത്തോടു കൂടിയുള്ള ആ ഒരു അഡ്വർടൈസ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദിസ് അഡ്വർടൈസ് മോഹൻലാലും പ്രകാശ് രാജും തമ്മിൽ ചെയ്ത ഈ അഡ്വർടൈസ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് മോഹൻലാലിൻ്റെ വാനപ്രസ്ഥം പോലെയുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അതുമായി അതിൻ്റെ ഒരു ചെറിയൊരു ടച്ച് വന്നിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സുകളെല്ലാം മോഹൻലാലിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. മോഹൻലാലിൻ്റെ ആ നടന വൈഭവം ഇനിയും ജനങ്ങൾ കാണാൻ വെയിറ്റിങ്ങിലാണ്. പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ട്. ഈ അഡ്വർടൈസ് വന്നതിന് ശേഷം ഒരുപാട് പൊട്ട റിവ്യൂസ്, നല്ല റിവ്യൂസുകളും ഉണ്ടായിരുന്നു, നെഗറ്റീവ് റിവ്യൂസുകളും ഉണ്ടായിരുന്നു. നല്ല റിവ്യൂസ് ഇത് ശരിക്കും ഒരു അഡ്വർടൈസായിട്ട് തോന്നുന്നില്ല. ഒരു റിയലായിട്ടുള്ള ഒരു സംഭവം അഡ്വർടൈസാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് മിസ്റ്റർ പ്രകാശ് രാജ്. അതാണ് ആളുടെ സീക്രട്ട് പോയിന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇമാതിരി മോഹൻലാലിൻ്റെ ഐറ്റംസുകൾ ഇനിയും വരണമെന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത് മമ്മൂട്ടിക്കോ അതുപോലെ മറ്റുള്ളവർക്കോ ഇത് ചെയ്യാൻ പറ്റുകയില്ല. ഫഹദ് ഫാസിലിൽ ഒരു അഡ്വർടൈസിൽ മൂക്കുത്തി അണിഞ്ഞ് വരുന്നൊരു സീനുണ്ട്, അത് ഓക്കെ. പക്ഷേ ഇവിടെ ആ ജ്വല്ലറിയുടെ ആ ഒരു അഡ്വർടൈസ് അത് ഇങ്ങനെയൊരു ലെവലിൽ എടുക്കുമെന്ന് ഒരാൾക്കും ആ ഒരു ഐഡിയ, അത് മോഹൻലാലിന് തന്നെ അത് കഴിയുകയുള്ളൂ. വേറെ ആര് ചെയ്താലും ഇത് പരമ ബോറായിരിക്കും. പക്ഷെ മോഹൻലാൽ ചെയ്താൽ അത് ബോറാവുകയില്ല. അതാണ് മോഹൻലാലിൻ്റെ കഴിവ്. താങ്ക്സ്.